ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പിന്നെയും തിരിച്ച് വന്നേക്കുവാണ്. അപ്പോൾ ഈ തവണത്തെ വീഡിയോ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവും പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് ആസ്റ്റർ മെഡ് സിറ്റിയിൽ കാണിക്കുന്നവർക്കോ അത് കാണിക്കാൻ പോകുന്നവർക്കോ അത് ഇനി പ്ലാൻ ഉള്ളവർക്ക് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു നോർമൽ ഡെലിവറി ഒരു എക്സ്പീരിയൻസും എക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിൻലി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന നോർമൽ ഡെലിവറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ്. ബിക്കോസ് എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അതുകൂടാതെ എപ്പിഡ്യൂറലിനെ കുറിച്ച്, LDRP റൂമിനെ കുറിച്ച്, പിന്നെ ബൈ സ്റ്റാൻഡേഴ്സിന് നിൽക്കാൻ പറ്റുന്ന NX റൂമും, പിന്നെ നമ്മൾക്ക് ആഫ്റ്റർ LDRP റൂം ഡെലിവറി കഴിഞ്ഞിട്ട് കിട്ടുന്ന റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിലും, പിന്നെ എക്സ്ട്രാ എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബിയുടെ കെയറും ന്യൂ ബോൺ ബേബി എക്സ്പെൻസസും എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതും കൂടി ആയിരിക്കും ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് ഇത് കവർ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അധികം ഡിലേ ചെയ്യുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ ഡെലിവറിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൽ ഞാൻ ഓരോ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ട ഏതാണോ ഇൻഫർമേഷൻ അത് നിങ്ങൾക്ക് പോയി കാണാം. അല്ല നിങ്ങൾക്ക് ഫുൾ കാണണമെങ്കിൽ ഫുൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നോർമൽ ഡെലിവറിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ പറയാം, നോർമൽ ഡെലിവറിയുടെ എക്സ്പെൻസ് എനിക്ക് ഉണ്ടായത് 55,000 ആണ് നമുക്ക് പറയുന്ന നോർമൽ ഡെലിവറി എക്സ്പെൻസ്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ എടുക്കുന്നു, ഇപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ, അതുകൂടാതെ നമ്മൾ LDRP റൂം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ, അങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ 55 എന്ന് ഞാൻ പറയുകയാണെങ്കിലും ഇതൊരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് ആയിരുന്നു എൻ്റെ, അതുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു എമൗണ്ട് പറഞ്ഞത്. ചിലപ്പോൾ നോർമൽ ഇൻഷുറൻസ് അല്ലാത്തവർ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വേരി ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ബില്ല് അനുസരിച്ച് എനിക്ക് 55,000 നോർമൽ ഡെലിവറിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൂടാതെ സിസേറിയൻ എനിക്ക് തോന്നുന്നു 80 or 85 എന്തോ ആണ്. അതും കോർപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് ഡിഫറൻസ് ഉണ്ട്, എന്തായാലും ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് എടുത്തുകൊണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമൽ ഡെലിവറിയിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെൽഫ് കോൺട്രാക്ഷൻ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വാട്ടർ ബ്രേക്ക് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റേജും, അതല്ലാത്തൊരു സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്ലാൻഡ് ഡെലിവറിയാണ്. നിങ്ങളോട് ഡോക്ടർ പറയുകയാണ് ഇന്ന ഡേറ്റിൽ വന്ന് അഡ്മിറ്റ് ആവുക, നമുക്ക് ലേബർ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻഡ് ഡെലിവറി ആയിരുന്നു. എനിക്ക് നോർമലി ഒരു കോൺട്രാക്ഷൻ വന്നില്ലായിരുന്നു. നേരത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം, എനിക്ക് ഫസ്റ്റ് വന്നിട്ട് പിന്നെ അത് പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്ലാൻ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ പ്ലാൻ ഡെലിവറിയിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ അവിടെ പോയി അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അഡ്മിറ്റ് ആവുമ്പോൾ അവർ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുകയാണ്, ഇൻഡ്യൂസ് ലേബർ എന്ന് പറയും. അപ്പോൾ ഇൻഡ്യൂസ് ലേബറിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം പോയതും നമ്മളവിടുത്തെ ലേബർ റൂമിൽ ഒരു ഫസ്റ്റ് ബേബീനെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ അഡ്മിഷൻ ടൈം പറയുന്നത് ഒരു 3 o'clock ആണ്. അല്ല നിങ്ങൾ ഒരു സെക്കൻഡ് ബേബിയാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 2 o'clock വന്ന് അഡ്മിറ്റ് ആവാനാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ അഡ്മിഷൻ പ്രോസസ്സേ ഇങ്ങനെ തന്നെയാണ്, 3 o'clock അല്ലെങ്കിൽ 2 o'clock വന്ന് അഡ്മിറ്റ് ആവും. അതെന്തായാലും നിങ്ങളോട് ഡോക്ടർ പറയും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ LDRP റൂം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ ആ റൂമിലേക്കാണ് പോവുക. അല്ല നിങ്ങൾ ലേബർ റൂമിലേക്കാണ് ചൂസ് ചെയ്യുന്നത്, LDRP റൂം വേണ്ട എന്നാണെങ്കിൽ ലേബർ റൂമിലേക്കായിരിക്കും കയറ്റുന്നത്. LDRP റൂം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അമൗണ്ട് എല്ലാം ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടോപ്പിക്കിൽ ഞാൻ നോർമൽ ഡെലിവറിയുടെ എക്സ്പെക്റ്റഡ് ആട്ടോ പറയുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ നമ്മളവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഹെയർ ഒക്കെ അവരൊന്ന് റിമൂവ് ചെയ്യലാണ് അവരുടെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ പ്രിപ്പയർ ആയിട്ട് പോവാം, പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയാലും അവർക്കതൊരു പ്രൊസീജിയറാണ് നമ്മളെ പ്രിപ്പയർ ആക്കുക. ഒന്നില്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി അല്ലെങ്കിൽ സിസേറിയന് വേണ്ടി പ്രിപ്പയർ ആക്കുക. അപ്പോൾ അപ്പർ അബ്ഡോമൻ തൊട്ട് നമ്മുടെ തൈസ് വരെ അവർ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യും.
അത് അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അത് അവരുടെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1 hour കഴിയുമ്പോഴത്തേക്കും ഇൻഡ്യൂസ് ലേബറാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ടാബ്ലറ്റ്സ് തരും. നമുക്ക് ആ ടാബ്ലറ്റ് ഫസ്റ്റ് ഒരു ഡോസ് ഓഫ് ടാബ്ലറ്റ് നമ്മൾ എടുക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെയിൻ വരാൻ വേണ്ടിയാണ്. അത് അവർ നോക്കും എത്രത്തോളം പെയിൻ വരുന്നില്ലെങ്കിൽ സെക്കൻഡ് ഡോസ് എടുക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഫോളി ബൾബ്. അത് ഞാൻ എൻ്റെ പ്രീവിയസ് വ്ളോഗ് നിങ്ങൾ പോയി കാണാൻ, ഞാൻ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോളി ബൾബ് എന്താണ് സാധനം. അപ്പോൾ അത് നമ്മളുടെ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അത്യാവശ്യം പെയിൻഫുള്ളാണ്. എനിക്ക് പെയിൻഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ബിക്കോസ് ആ ഫോളി ബൾബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് തനിയെ എക്സ്പാൻഡ് ആയിട്ട് പുറത്തേക്ക് വരണം. സോ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് പെയിൻ മാക്സിമം എന്താ പറയുക സഹിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു ആ പെയിൻ. ഇതൊന്നും ലേബർ പെയിൻ ഒന്നും അല്ലാതെ എനിക്ക് മനസ്സിലാക്കി കളഞ്ഞതാണ് ഈ പെയിൻ. ഈ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലേബർ പെയിൻ എന്തായിരിക്കും എന്ന് ഞാൻ അപ്പോഴേ ആലോചിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. ഡിപ്പെൻസ് ഓരോരുത്തർക്ക്. എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ വന്ന് PV ചെയ്തുകൊണ്ടിരിക്കും. പെൽവിക് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ഫിംഗർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയി എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ഡോക്ടേഴ്സിൻ്റെ നമ്മുടെ വജൈന കൂടെ അവർ ഇങ്ങനെയാണ് ഫിംഗർ ഇടുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നു അതനുസരിച്ചാണ് ഡൈലേഷൻ്റെ മെഷർമെൻറ്റ് അവർ പറയുന്നത്. ഓൾമോസ്റ്റ് എവറി ടൈം അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കറിയാം സെർവിക്സ് ഓപ്പൺ ആയോ, ബേബിയുടെ ഹെഡ് പുറത്തേക്ക് വന്ന് തുടങ്ങിയോ, എത്രത്തോളം സെൻറ്റിമീറ്റർ വന്ന് തുടങ്ങി എന്നൊക്കെയാണ് അവർ ആദ്യമേ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടാബ്ലറ്റ് തരും. അത് കഴിഞ്ഞ് ഈ ഫോളി ബൾബ് ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് PV ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട് പെയിൻ നമുക്ക് അത്രത്തോളം വരുന്നില്ലെങ്കിൽ സെക്കൻഡ് ഡോസ് ഓഫ് മെഡിസിൻസ് ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡോസും നമ്മൾ എടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇടയിൽ മറ്റേ ബൾബ് ഇൻസേർട്ട് ചെയ്തതിൻ്റെ പെയിനും ഭയങ്കര സിവിയർ ആയിരിക്കും. അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു നൈറ്റൊക്കെ ആയപ്പോൾ അത് പുറത്തേക്ക് തനിയെ പോരണം. എനിക്കത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അത് പുറത്തേക്ക് വന്നാലേ നമുക്ക് പെയിൻ റിലീവ് ആവുള്ളൂ. അപ്പോൾ വരാതെ ആയപ്പോഴത്തേക്കും ഞാൻ ആകെ ഓൾമോസ്റ്റ് അൺകോൺഷ്യസ് പോലെ ആയായിരുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അത് ഓൾറെഡി റിമൂവ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അത്രയും പെയിൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവർ റിമൂവ് ചെയ്യാൻ വരലും എൻ്റെ ആ ഒരു ഫോളി ബൾബ് തനിയെ പുറത്തേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ അത് പിന്നെ എനിക്ക് പെയിൻ കുറച്ച് റിലീവായി. പിന്നെ നമ്മൾ നോർമൽ ഇൻഡ്യൂസ് ചെയ്ത ലേബർ പെയിനേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു പ്രൊസീജിയർ. ഇതും കഴിഞ്ഞ് ഒരു 3rd ഡോസ് അവർ തന്നത് എനിക്ക് ഒരു മോർണിംഗ് ആയപ്പോഴാണ് അവർ 3rd ഡോസ് ഓഫ് ടാബ്ലറ്റും കൂടി തരുന്നത്. അതോടെ കഴിഞ്ഞു കേട്ടോ. 3 ഡോസ് ഓഫ് ടാബ്ലറ്റാണ് ഇൻഡ്യൂസ് ലേബറിലുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ വന്ന് ഒന്നും കൂടി PV ചെയ്യുമ്പോൾ അവർക്ക് ഐഡിയ കിട്ടും എത്രത്തോളം ഡൈലേറ്റ് ആയി. അപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈലേഷൻ ഒട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 2 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയതിനു ശേഷം അവർ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ഡൈലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 to 10 എങ്കിലും ഡൈലേറ്റ് ആയാലേ അവർക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ വന്നൊരു എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്കായപ്പോൾ വന്ന് പറഞ്ഞു 7 സെൻറ്റിമീറ്ററോളം ഡൈലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം നോർമൽ ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ അതായിരുന്നു എൻ്റെ കേസിൽ. അങ്ങനെ ഒരു പെട്ടെന്നായിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി ആയത്. അവർ അതുവരെ എക്സ്പെക്ട് ചെയ്തത് എനിക്ക് സിസേറിയൻ ആവുമെന്നായിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്ന് നടന്നു. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി ലേബർ പ്രൊസീഡ് അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കതിൻ്റെ മുന്നേ അവർ എപ്പിഡ്യൂറൽ വന്നെടുക്കും. അപ്പോൾ എനിക്ക് ഏർലി മോർണിംഗ് തന്നെ അവർ എപ്പിഡ്യൂറൽ വന്നെടുത്തു. ഒരു അബൌട്ട് 6 o'clock. ഇത് തലേന്ന് തുടങ്ങിയ പ്രൊസീജിയർ ആട്ടോ. അടുത്ത ദിവസം 6 o'clock അവർ വന്ന് എപ്പിഡ്യൂറൽ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവർ വന്ന് വാട്ടർ ബ്രേക്ക് ചെയ്തു. വാട്ടർ ബ്രേക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡൈലേഷൻ നടക്കുന്നില്ലെങ്കിൽ അവർ സെൽഫായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വാട്ടർ വന്ന് അവർ ബ്രേക്ക് ചെയ്തു. അത് ജസ്റ്റ് ഒരു പ്രിക്ക് ചെയ്യണ പോലെ ആയിരിക്കും. അവർ വന്ന് പ്രിക്ക് ചെയ്യുമ്പോഴത്തേക്കും വാട്ടർ ബ്രേക്ക് ആവും. അതും കഴിഞ്ഞ് എപ്പിഡ്യൂറൽ എടുത്തു. എപ്പിഡ്യൂറലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ 3rd പാർട്ടിൽ എപ്പിഡ്യൂറലിനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ എപ്പിഡ്യൂറലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വേണ്ടി. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു പെയിൻ റിലീവ് ഉണ്ടാവും. പെയിൻ റിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നംനെസ് ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അട്രാക്ഷൻ പെയിൻ എന്താണോ ഒന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 4 o'clock എനിക്ക് ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ടൈപ്പ് ഓഫ് പെയിൻ ആണെന്നൊക്കെ ഞാൻ എപ്പിഡ്യൂറലിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ പെയിനിലാണ് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നതും ഒരു നോർമൽ ഡെലിവറിയിലേക്ക് ഞാൻ പ്രൊസീഡ് ആയതും.
ഇനി നമ്മൾ ബേബി പുറത്ത് വരുന്നവരെ പുഷ് ചെയ്യുന്ന കാര്യം, പുഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രൊസീജിയറാണ്. നമുക്ക് എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ പുഷ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഏറ്റവും വലിയ ടെക്നിക്ക് എനിക്ക് മനസ്സിലായതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലേക്ക് പോകുന്ന പോലെ വേണം ബ്രീത്ത് ഇൻ ചെയ്യാൻ. നമ്മളിപ്പോൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അവിടെ വർക്കൗട്ട് ആവില്ല. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വയറ് പുറത്തേക്ക് വരുന്നതാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വയറ് നേരെ ഉള്ളിലേക്ക് വരിക, ബ്രീത്ത് ഔട്ടാണ് നമ്മുടെ പുഷ്. അങ്ങനെയായിരുന്നു പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഈ ഒരു പുഷിങ് ടെക്നിക്ക്. അത് ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബി പുറത്തേക്ക് വരുമ്പോൾ ഇവർ നമ്മളോട് പുഷ് പറയും. നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ബേബി പുറത്ത് വരുന്നത് തന്നെ നമുക്കൊരു ഈ എപ്പിഡ്യൂറൽ കാരണം നമുക്ക് പെയിൻ അറിയുന്നില്ല. പക്ഷേ അവർ നമ്മുടെ വജൈനയുടെ അവിടെ നിന്ന് ഒരു റൈറ്റ് സൈഡിലേക്ക് രക്തത്തിൻ്റെ ഹോളിൻ്റെ മുന്നേ വരെ അവർ നമ്മുടെ സ്കിൻ കട്ട് ചെയ്ത് കളയുകയാണ്. കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കട്ട് ചെയ്യലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊന്നും നിങ്ങളെ ഞാൻ പേടിപ്പിക്കുകയല്ല കേട്ടോ. ദിസ് ഇസ് ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. അപ്പോൾ നമുക്ക് പെയിൻ അറിയില്ല, പക്ഷേ ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വജൈനയുടെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് രക്തത്തിൻ്റെ ഹോളിൻ്റെ മുന്നേ വരെ അവർ കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിലാവും എന്തോ അവിടെ പണി നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കട്ട് ചെയ്യുന്നുണ്ട് അവർ. ആ ഒരു പാർട്ട് കട്ട് ചെയ്താൽ ബേബിയുടെ ഹെഡ് മൊത്തമായിട്ട് പുറത്ത് വരുള്ളൂ. അപ്പം അങ്ങനെ ബേബീനെ പുറത്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കുട്ടീനെ അവർ ക്ലീനിങ്ങിനെ കൊണ്ടുപോകുന്നതും നമ്മളുടെ ആ ഒരു കട്ട് ചെയ്ത പോർഷൻ സ്റ്റിച്ച് ചെയ്യലാണ്. സ്റ്റിച്ച് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും എപ്പിഡ്യൂറലൊക്കെ അവർ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ രീതിയിൽ പെയിൻ വരാം, എനിക്കുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 to 8 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു വജൈനയുടെ ഉള്ളിൽ തൊട്ട് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത സ്ഥലം വരെ സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അറിഞ്ഞായിരുന്നു സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ വേഴ്സ്റ്റ് പാർട്ട് എന്ന് പറയാൻ. ആ ഒരു ടൈമിൽ നമ്മൾ കുട്ടീനെ കണ്ടതിൻ്റെ ഒരു ഇമോഷൻസ് ആയിരിക്കും, പക്ഷേ ഈ ഒരു പെയിനും നമുക്ക് ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതായിരുന്നു എൻ്റെ നോർമൽ ഡെലിവറി എക്സ്പീരിയൻസും. നോർമൽ ഡെലിവറി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് അവർ വെള്ളം തരലും ഫുഡ് തരലും ഒക്കെ ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ നോർമലായിരിക്കും. ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് യൂറിൻ പാസ് ചെയ്യാൻ പറയും. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അവർ നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നോർമൽ ഡെലിവറിയിലെ പ്രൊസീജിയർ. എനിക്ക് സിസേറിയനെ പറ്റി അത്രയും ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ ഇതാണ് നോർമൽ ഡെലിവറിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തത് നമുക്ക് പോയി LDRP റൂമിനെ പറ്റി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്തതൊക്കെ LDRP റൂമിനെ പറ്റി കേട്ടാലോ. LDRP റൂം എന്ന് പറഞ്ഞാൽ ലേബർ ഡെലിവറി റിക്കവറി പോസ്റ്റ്പാർട്ടം. ഇതാണ് ആ റൂമിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഈ റൂം നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ റൂം നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇത് മെയിൻലി പാർട്ട്ണറിങ് ഡെലിവറി റൂം എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡെലിവറി പ്രൊസീജിയർ മൊത്തമായിട്ട് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കതുള്ളത്. നല്ല റൂമാണ്. ആ റൂം തന്നെ നല്ല ലക്ഷറി ആയിട്ടുള്ള റൂമാണ്. ഞാൻ അത് ഡെലിവറി വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. റൂമിനെ പറ്റിയുള്ള ഫോട്ടോ വീഡിയോസൊക്കെ ഞാൻ ഡെലിവറി വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ റൂം ഇരിക്കുന്നത്. അപ്പോൾ LDRP റൂമിൽ എല്ലാ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സും കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ടിയുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. അപ്പോൾ ആ റൂമിൽ തന്നെയാണ് ഡെലിവറി പോലും നടക്കുന്നത്. അപ്പോൾ LDRP റൂമിൽ ഇപ്പോൾ ഞാൻ 4 o'clock വന്നു. എൻ്റെ പാർട്ട്ണറിനെയും ആ ടൈമിൽ അവർ കയറ്റി. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 24 hours മാത്രമാണ് പാർട്ട്ണറിന് ആ റൂമിൽ നിൽക്കാൻ പറ്റുക. 24 hours കഴിഞ്ഞിട്ട് നമ്മളുടെ ഡെലിവറി നടന്നില്ലെങ്കിൽ പാർട്ട്ണറിന് പുറത്ത് പോകേണ്ടി വരും. പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഡെലിവറി നമ്മൾ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഒപ്പം നിന്ന് ചെയ്യേണ്ടി വരും. സോ അത് മാത്രം ഒരു വിഷമമായിരുന്നു. ബിക്കോസ് ഇത്രയും നേരം നിന്നിട്ട് 24 hours കഴിഞ്ഞിട്ടും ഡെലിവറി നടക്കാതെ പാർട്ട്ണറിന് പോകേണ്ടി വന്നാലുള്ളൊരു പ്രശ്നം. ഇനി അത് കൂടാതെ ഇൻ കേസ് നിങ്ങൾ LDRP റൂം എടുത്തു, നോർമൽ ഡെലിവറി ട്രൈ ചെയ്തു, വർക്കൗട്ട് ആയില്ല, സിസേറിയനാണ് പോകേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് വേസ്റ്റാണ്. അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യില്ല. അത് നിങ്ങൾ എന്തായാലും പോയത് ആണ് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു LDRP റൂമിൻ്റെ കാര്യം. അപ്പോൾ LDRP റൂമിന് റേറ്റ് വരുന്നത് 15,000 ആണ്. 15,000. അപ്പോൾ എല്ലാം ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 12,000-ഒക്കെയാണ് നമ്മുടെ ബില്ലിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ പിന്നെയും പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കാര്യങ്ങളും ഇൻഷുറൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ. അത് അല്ലാതെ വരുന്നത് LDRP റൂമിൻ്റെ റേറ്റ് 15,000 ആണ്. അപ്പോൾ 15,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ ഒപ്പം
ഡെലിവറി ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു പാർട്ട്ണറിന് നമുക്കൊരു 15,000 പോകുന്നതിൻ്റെ കാര്യമല്ല, പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് നമ്മുടെ പാർട്ട്ണറിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പാർട്ട്ണർ നമ്മുടെ ഒപ്പം ഫുൾ ടൈം നിൽക്കുന്നു, നമ്മളുടെ എല്ലാ പെയിൻ്റെ ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഡെലിവറി ടൈമിൽ നമ്മൾ ബേബീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആ കുട്ടീനെ കാണുന്നതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആട്ടോ. എനിക്ക് തോന്നുന്നു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പോകാനുള്ള 15,000 പോകുമല്ലോ എന്നുള്ളൊക്കെ വിഷമമാണെങ്കിൽ LDRP റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ പാർട്ട്ണറിന് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, എനിക്കത് ഭയങ്കര ഒരു റിലീഫായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒപ്പം ഫുൾ ടൈം ത്രൂ ഔട്ട് മൈ ഡെലിവറി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. സോ അതായിരുന്നു LDRP റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, പ്രീ ബുക്കിംഗ് ഇല്ല. അവിടെ ചെന്നിട്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് LDRP റൂം കിട്ടുന്നത്. ആകെ 3 LDRP റൂമേ ആസ്റ്ററിലുള്ളൂ. അപ്പോൾ നിങ്ങളവിടെ ഞാൻ പറഞ്ഞ പോലെ പ്ലാൻഡ് ആയിട്ടുള്ള ഡെലിവറി ആണെങ്കിൽ നിങ്ങളവിടെ പോകണം. പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയിട്ട് പറയാം LDRP റൂം അവൈലബിൾ ആണോ. ആണെങ്കിൽ അവരപ്പം തന്നെ നിങ്ങൾ LDRP റൂമിലേക്കാണ് മാറ്റുന്നത്, ഇല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് മാറ്റും. ഇനി അതല്ല എമർജൻസി ആയിട്ട് പോകുന്നവരാണെങ്കിലും അവൈലബിലിറ്റി അനുസരിച്ച് LDRP റൂം കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ലേബറിലേക്ക് പോകാം. അപ്പോൾ ലേബർ റൂം വേറെയാണ്, അത് എന്തായാലും അത്യാവശ്യം ബെഡും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. LDRP റൂം സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ ലേബർ റൂമിൻ്റെ ഉള്ളിലുള്ള ഡിവിഷൻസ് ആണ് കേട്ടോ ഈ റൂംസൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സൗകര്യങ്ങളുണ്ട്. നമുക്ക് സിസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും, നമ്മളെ കെയർ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് അത് ലേബർ റൂം പോലെ തന്നെയാണ് LDRP റൂം. അപ്പോൾ അവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് ബേബീനെ ക്ലീനിങ് തൊട്ട് ബേബിയുടെ കെയറും പിന്നെ എൻ്റെ റിക്കവറി പ്ലസ് പോസ്റ്റ്മോർട്ടം കെയറും എല്ലാം ആ റൂമിലാണ് നടക്കുക. അപ്പോൾ ആ റൂം കണ്ടിട്ട് വരിക. കാണാത്തവരാണെങ്കിൽ ഡെലിവറി വ്ളോഗിൽ ഞാൻ ആ റൂം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി നിങ്ങൾ കണ്ടിട്ട് ഇനി നെക്സ്റ്റ് പാർട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എപ്പിഡ്യൂറലിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻലെസ് ഡെലിവറി മെത്തേഡാണ്. പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലേബർ പെയിൻ സഹിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പിഡ്യൂറൽ എടുക്കാം. സോ എപ്പിഡ്യൂറൽ എടുക്കുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷേ എപ്പിഡ്യൂറൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ പെയിൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ എന്താ പറയുക ബാക്ക് പെയിനോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ യോഗയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ യോഗയിലുള്ളവരിൽ ഒരാൾ പറഞ്ഞതാണ് ആ ചേച്ചിക്ക് എപ്പിഡ്യൂറൽ എടുത്തിട്ട് അത് വർക്ക് ആയില്ല. പെയിൻ വാസ് ലൈക്ക് അത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു പെയിൻ. അപ്പോൾ അത് അവർക്ക് എപ്പിഡ്യൂറൽ വർക്ക് ആയില്ല. അപ്പോൾ ഇത് ഡിപ്പെൻസ്, ചിലപ്പോൾ വർക്ക് ആവും, ചിലപ്പോൾ വർക്ക് ആവില്ല. അപ്പോൾ എൻ്റെ കേസിൽ എപ്പിഡ്യൂറൽ എനിക്ക് പ്രോപ്പർലി വർക്ക് ചെയ്തു. എപ്പിഡ്യൂറൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈൻ ബാക്കിലാണ് അവർ ഒരു സിറിഞ്ച് വെച്ചിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മെഡിസിൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു കുറച്ച് ഡിസ്റ്റർബിങ് ആണ്. നമുക്ക് പെയിൻഫുൾ എന്ന് പറയാൻ അത്രയും പെയിൻഫുൾ ഒന്നുമല്ല, പക്ഷേ നമ്മൾ ഒന്ന് ആർക്ക് പോലെയൊക്കെ ഇരുന്നിട്ടാണ് അവർ ബാക്കിൽ അനസ്തേഷ്യസ്റ്റ് വന്നിട്ട് കുത്തുന്നത്. അപ്പോൾ അവർ വന്ന് കുത്തിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മെഡിസിൻ ഇപ്പോൾ ഡ്രിപ്പ് പോലെ തന്നെ നമുക്ക് മെഡിസിൻ അതിൻ്റെ ഉള്ളിൽ വഴി കയറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ തന്നെ എനിക്ക് മെഡിസിൻ എൻ്റെ ബാക്കിലേക്ക് മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി ഉള്ളിലേക്ക്. അപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അവർ വന്നിട്ട് നിങ്ങളുടെ പെയിൻ എത്രത്തോളം ഉണ്ട് ഔട്ട് ഓഫ് 10 നിങ്ങളോട് റേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് പെയിൻ ഒരു 6+ അല്ലെങ്കിൽ 7, 8 ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ എപ്പിഡ്യൂറൽ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർ എപ്പിഡ്യൂറൽ എടുക്കില്ല. എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം അവർ ചോദിക്കും നിങ്ങൾക്ക് പെയിൻ എങ്ങനെയുണ്ട്, പെയിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 6 ആണ് ഒരു കോമൺ ഡോസ് എപ്പിഡ്യൂറലിൻ്റെ. ആ ഡോസ് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല, നിങ്ങൾക്ക് പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 7 ഡോസിലേക്ക് മാറ്റും, അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി ഡോസ് കൂട്ടും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് 6 ഡോസ് വർക്ക് ആയില്ല. എനിക്ക് 6 ഡോസ് ഇട്ടതിന് ശേഷം എനിക്ക് അബ്ഡോമിനൽ ക്രാമ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 7 ഡോസിലേക്ക് അത് മാറ്റി. അപ്പോൾ ഇതാണ് എപ്പിഡ്യൂറലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ. എപ്പിഡ്യൂറലിൻ്റെ റേറ്റ് വരുന്നതും 15,000 ആണ്, 15,000. അതും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഡോക്ടർമാരും ഇത് സജസ്റ്റ് ചെയ്യും, മീൻസ് നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല ഇത് എടുക്കണം എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. സോ ഇതിന് 15,000 പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പിഡ്യൂറലും എടുക്കാം. അത് കൂടാതെ ഒരു പെയിൻലെസ്സും കൂടി ഉണ്ട്, അത് ലാഫിംഗ് ഗ്യാസ് എന്നാണ് അതിന് പറയുന്നത്. അതും ഞാൻ എടുത്തായിരുന്നു, ബിക്കോസ് എപ്പിഡ്യൂറൽ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഫോളി ബൾബിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോളി ബൾബ് എടുത്ത ടൈമിൽ എനിക്ക് ഭയങ്കര സിവിയർ പെയിൻ വന്നപ്പോൾ എനിക്ക് ലാഫിംഗ് ഗ്യാസ് ആണ് അവർ ഇൻസേർട്ട് ചെയ്യാൻ തന്നെ. അതിന് വരുന്ന റേറ്റ് ഒരു 2,000 ആണ്. അപ്പോൾ അത് ലാഫിംഗ് ഗ്യാസ് നമുക്ക് എന്താ പറയുക ഉള്ളിലേക്ക് സ്മോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതും
എനിക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നില്ല. മേ ബി ഞാനത് എടുത്ത രീതി ശരിയായിരുന്നില്ല, ബിക്കോസ് പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയോണ്ട് അതുകൊണ്ട് എനിക്കത് വർക്കൗട്ട് ആയില്ല. സോ ഇതാണ് എപ്പിഡ്യൂറലിനെ പറ്റിയുള്ള മെയിൻ ഡീറ്റെയിൽ. ഇതെന്തായാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യാം, ഭയങ്കര പെയിൻ സിവിയർ ആയതിനു ശേഷം നിങ്ങൾ പറയാം എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുക എനിക്ക് പെയിൻ വരുന്നുണ്ട്, എപ്പിഡ്യൂറൽ എടുക്കാം, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവർ വന്ന് എപ്പിഡ്യൂറൽ എടുക്കുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ എപ്പിഡ്യൂറലിനെ പറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിട്ട് റൂംസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ LDRP റൂമിൻ്റെ എല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിക്കവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഒരു മേജർ പ്രശ്നമാണ് ഈ റൂം കിട്ടുക. നമ്മളിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് 4:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഡെലിവറിയും സ്റ്റിച്ചിങ്ങും ഒരു 5 o'clock ആയപ്പോഴത്തേക്കും എൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. പക്ഷേ റൂം റെഡിയായി വന്നപ്പോൾ തന്നെ നൈറ്റ് 11 o'clock 11:30 എന്തോ ആയി. അപ്പോൾ അത്രയും ഡിലേ ഉണ്ട് റൂം റെഡി ആവാൻ. അപ്പോൾ നമുക്ക് ആദ്യമേ ഡോക്ടർ നമുക്ക് റൂം അലോക്കേറ്റ് ചെയ്യും. നമുക്കവിടെ സിംഗിൾ റൂം ഉണ്ട്, ട്വിൻ റൂം ഉണ്ട്, ട്വിൻ ഷെയറിംഗ് റൂം ഉണ്ട്, പിന്നെ അതുകൂടാതെ ഡീലക്സ് റൂം ഉണ്ട്, VIP സ്യൂട്ട് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മൾ പേഴ്സണലി സിംഗിൾ റൂമാണ് എടുത്തത്. കോമൺലി എല്ലാവർക്കും സിംഗിൾ റൂം ആയിരിക്കും തന്നെ, നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേറെ റൂംസ് എടുക്കാം. അപ്പോൾ സിംഗിൾ റൂമിൽ 1 ബെഡ് ആയിരിക്കും, ഒരു ബൈസ്റ്റാൻഡറിനെ നിൽക്കാനുള്ള ഒരു ബെഡ് പ്ലസ് നമുക്കുള്ള ബെഡായിരിക്കും. ഈ സിംഗിൾ റൂമിൻ്റെ റൂം വീഡിയോസും ഞാനൊരു റൂം ടൂർ ഇട്ടിട്ടുണ്ട് ഡെലിവറി വ്ളോഗിൽ, അത് പോയി കണ്ടാൽ നിങ്ങൾക്കറിയാം സിംഗിൾ റൂം എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ആ സിംഗിൾ റൂമിൽ എല്ലാവർക്കും നിൽക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, ബിക്കോസ് നൈറ്റിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു റൊട്ടേഷൻ ബേസിസിൽ ആരെങ്കിലും കൂടി ഒരാളും കൂടെ നിൽക്കണം എന്ന് തോന്നുമായിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ അമ്മ വന്നൊന്ന് കൂടെ നിൽക്കണം, നിങ്ങളുടെ ഹസ്ബൻഡ് എന്തായാലും നിങ്ങൾക്ക് വിടാൻ പറ്റില്ല, അപ്പോൾ അമ്മ വന്ന് കൂടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂമും കൂടി എടുക്കുക. അപ്പോൾ അതാണ് അനെക്സ് റൂം. അനെക്സ് റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ 5,000 നമ്മൾ പേ ചെയ്താൽ 2 പേർക്ക് ആ റൂമിൽ നിൽക്കാം. അപ്പോൾ അനെക്സ് റൂം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നേക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാണിക്കാം. ഞാൻ നേരത്തെ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യാം. അനെക്സ് റൂം, അപ്പോൾ അനെക്സ് റൂമിൽ അതും അത്യാവശ്യം നല്ല റൂമാണ്. അവിടെയാണെങ്കിൽ ഈ 5,000 2 പേർക്ക് നിൽക്കാം, പ്ലസ് 3 ടൈം ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് 3 പേരുണ്ടായി നിൽക്കാം. ഇപ്പോൾ എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അനിയനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും കൂടി ഒരു 6,250 പേ ചെയ്ത് കഴിഞ്ഞാൽ 3 പേർക്കും നിൽക്കും ചെയ്യാം, 3 പേർക്കും 3 ടൈം ഫുഡും കഴിക്കാം. അപ്പോൾ അതായിരുന്നു ആ റൂമിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ആ റൂം എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ, ബിക്കോസ് നിങ്ങൾക്ക് ഈ റൂമിൽ എല്ലാവർക്കും നിൽക്കാനും പറ്റില്ല. പിന്നെ അതൊരു എനിക്ക് തോന്നുന്നു പേഷ്യൻറ്റിന് ഇപ്പോൾ നമുക്കും ഒരു ഡിസ്കംഫേർട്ട് ആയിരിക്കും എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് റൂം ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെയും പോയി ബൈസ്റ്റാൻഡേഴ്സിന് അവിടെ പോയും നിൽക്കാം. അപ്പോൾ നെക്സ്റ്റ് റൂം നിങ്ങൾക്ക് ആ ടൈമിൽ പോയാലും കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വരും, ഇന്ന ടൈമിൽ നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആവണമെന്ന്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം നെക്സ്റ്റ് റൂം, അതെന്തായാലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിംഗിൾ റൂം നെക്സ്റ്റ് റൂമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ന്യൂ ബോൺ കെയറും ന്യൂ ബോൺ എക്സ്പെൻസസ് എന്തൊക്കെയുണ്ടായെന്നും കൂടി ഞാൻ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ന്യൂ ബോൺ ബേബി ഉണ്ടായതിനു ശേഷം നമുക്ക് 25,000 ആണ് ബേബിയുടെ ഫസ്റ്റ് വാക്സിൻ തൊട്ട് ന്യൂ ബോൺ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു 25,000 നമുക്ക് വാക്സിനേഷൻ, പിന്നെ അവരുടെ വൈറ്റൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം അവർ കവർ ചെയ്യുന്നത് ഈ 25,000 അപ്പോൾ അതെന്തായാലും ബേബിയുടെ ഫസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് പോവാം. ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഇൻഷുറൻസിൽ ഇത് കവർ ആവും, അല്ലാത്തവർക്ക് ഇത് നമുക്ക് പേ ചെയ്യണം സെൽഫായിട്ട് തന്നെ. അപ്പോൾ ഇത് ഫസ്റ്റ് വാക്സിൻ അവർ അപ്പം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് വാക്സിനൊക്കെ വരുന്നത് ഒരു 45 ഡേയ്സിന് ശേഷമാണ് നമുക്ക് സെക്കൻഡ് വാക്സിൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഹിയറിംഗ് ടെസ്റ്റൊക്കെ ഈ 25,000 ഉള്ളിലാണ് നടക്കുന്നത്, അന്ന് തന്നെയാണ് നടക്കുന്നത് ഹിയറിംഗ് ടെസ്റ്റും എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് 45 ഡേയ്സ് കഴിഞ്ഞ് വരുന്ന വാക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എൻ്റെ ആയിട്ടില്ല, ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും, എങ്ങനെയാണ് ആ വാക്സിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ന്യൂ ബോണിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് ഇത്രത്തോളമാണ്. ന്യൂ ബോൺ കെയർ എന്ന് പറയാണെങ്കിൽ അവർ തന്നെ വന്ന് ബേബീനെ ക്ലീൻ ചെയ്യാനും ബേബിയുടെ കാര്യങ്ങൾ നോക്കാനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നഴ്സുമാർ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അതൊക്കെ അവർ ഒപ്പത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്തവരായിരുന്നു ആസ്ട്രലിലുള്ള നഴ്സുമാർ. എനിക്ക് ലേബർ റൂമിലെ നഴ്സുമാരെ പറ്റി ഒന്നും പറയാനില്ല, ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സുമാരായിരുന്നു നമ്മളുടെ ഒപ്പം ഫുൾ ടൈം. നമുക്കൊരു
അയ്യോ നമ്മളുടെ ഒപ്പം ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ടില്ല. അത്രത്തോളം ഒപ്പം ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ അതാണ് ബേബിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ബാക്കി ഡിസ്ചാർജ് ഫോർമാലിറ്റി ആസ് ഓൾവേസ് നിങ്ങൾക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലിൻ്റെ ഡിസ്ചാർജ് ഫോർമാലിറ്റി കുറേ ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ഡിലേസ് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും എനിക്ക് കവർ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ആസ്ട്രൽ ഇനി എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നവർ, ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും അറിയണം, കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അതിന് റെസ്പോണ്ട് ചെയ്യണതായിരിക്കും. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ, അതും ഞാൻ അധികം ആരോടും പറയാതെ വന്നേക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ്. അതിനുവേണ്ടി ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആൻഡ് ഹാപ്പിയാണ്. എന്നും എനിക്കിങ്ങനെ പുതിയ കണ്ടൻസ് ഇടാൻ പറ്റണം. പിന്നെ ഇങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് വലിയൊരു ഹാപ്പിനെസ് തരുന്ന കാര്യം, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഓരോ കമൻറ്റ്സ് കാണുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും എന്നോട് ഓരോ കാര്യങ്ങളും കണ്ടൻസും ചോദിക്കുകയാണെങ്കിൽ ഞാനത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇനി എന്നോട് അങ്ങോട്ടേക്ക് വേറെ കണ്ടൻസ് ചോദിച്ചവരുണ്ട്, ഞാനത് എന്തായാലും ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ പ്രസവരക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ വീഡിയോ വരാത്തത്. അതും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ എക്സൈറ്റിംഗ് കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. അതുകൂടാതെ ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ട് കുറേ കണ്ടൻസ് ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് സെൽഫായിട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്ലൈക്കും തന്നേക്കട്ടോ. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന ഒരു വൺ ഓഫ് ദി ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനും ബേബിയും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബ ഉറങ്ങുകയാണ്. ആ ടൈമിലാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇത്ര ദിവസം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ഒരു എക്സൈറ്റിംഗ് കണ്ടൻ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.